ഇത്തിരി വെയില് കണ്ടപ്പോ എല്ലാം ഉണക്കി വെച്ചതാ. മോളെ, സമയം കിട്ടുമ്പോഴേ ഈ ഗേറ്റൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് തുടക്കിയിട്ടാ കിടക്കണ കോലം നോക്ക്, പൊടിയൊക്കെ പാറിയിട്ട്. അയ്യ, അഭിരാമി അല്ലേ അത് വരുന്നത്? നിർത്ത് ചൂരോടെ വെച്ചിട്ട് ബാക്കിലേക്ക് പോ. എന്തു പറ്റമ്മേ? കണ്ണു തട്ട് പണിയെടുക്കുന്ന കണ്ടു കഴിഞ്ഞാ. എന്താ ചേച്ചിയെ, പണിയില്ല? ആരത്? അഭിരാമിയാ. വെയില് കാണുന്നു, ഇപ്പൊ തുണികളൊക്കെ ഒന്ന് ഉണങ്ങാനിട്ടേ ഈ കോടയൊക്കെ ഒന്ന് ഉണക്കി വെച്ചതാ. ഇവിടെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരണം. പെൺകുട്ടികൾ ഉണ്ട് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കാര്യം? അവരങ്ങനെ പണിയെടുപ്പിക്കാൻ പറ്റുമോ? നമ്മള് വന്നു കയറിയ കുട്ടിയല്ലേ, നമ്മുടെ മക്കളാണ്. ആ കുട്ടി അതാ അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഉണ്ടാതിരിക്കുന്നു. ഞാൻ ഒരു പണിയെടുപ്പിക്കില്ലേ, അടുക്കളയിൽ എല്ലാ പണിയും ഞാനാ ചെയ്യുന്നത്. ഇനിയിപ്പോ ആ കുട്ടി പുതിയ കുട്ടിയല്ലേ, ഇനിയിപ്പോ ഓരോന്നോന്ന് കണ്ടും കേട്ടിട്ടും വേണ്ട പഠിക്കണമെങ്കിൽ. പിന്നെ മുറ്റമടിക്കലും തുടക്കലൊക്കെ അവൾ അടിക്കുമ്പോഴേക്കും ഏകദേശം ഞാൻ കഴിയും. ഇന്ന് മഴയുള്ള കാരണം മുറ്റമടിക്കണ്ട. ഇത്ര പുണ്യവതിയായ അമ്മായിയമ്മനെ ആർക്ക് കിട്ടും? ആ മോള് ഭാഗ്യം ചെയ്തതാ. ഞാൻ ആ ഗിരിജന്റെ വീട്ടിൽ നിന്നാ വരുന്നത്. എന്റെ അമ്മോ, കാണില്ല. അവളെ പെൺകുട്ടി ചക്ര ശ്വാസം വലിപ്പിക്കുന്നു. എന്തൊരു പണിയാ എടുപ്പിക്കുന്നത്. ഓ, ഗിരിജന്റെ കാര്യം പറയാതിരിക്കാൻ നല്ലത്. ഞാൻ കാണലുണ്ട് ആ കുട്ടി അവിടെ നിന്ന് പണിയെടുക്കുന്നത്. എന്തിനിങ്ങനെ വന്ന കുട്ടികളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അതിന്റെ അച്ഛനെയും അമ്മനെയും ആങ്ങളും പറഞ്ഞ എല്ലാം വിട്ടിട്ട് നമ്മളെയും വിശ്വസിച്ചല്ലേ വരുന്നത്. നമ്മുടെ ആൺമക്കളുടെ ഭാര്യമാരല്ലേ, നമ്മളല്ലേ അവരെ സ്നേഹിക്കേണ്ടത്. എന്റെ മരുമോളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കില്ല ഞാൻ.